ഒന്ന് റിഫ്രഷ് ചെയ്യണം. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റിൽ ഒന്നിലധികം പ്രോസസ്സ് സെയിം റിസോഴ്സിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രോസസ്സിന് ഏതെങ്കിലും റിസോഴ്സ് ആവശ്യമായിട്ട് വരുമ്പോൾ ആ റിസോഴ്സ് വേറെ ഏതെങ്കിലും പ്രോസസ്സ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ നമുക്ക് രണ്ട് പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷനാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഡെഡ് ലോക്ക് ഒരു സിസ്റ്റത്തിൽ ഡെഡ് ലോക്ക് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്താണ് 4 കണ്ടീഷൻസ് സൈമൾട്ടേനിയസ്ലി ഹോൾഡ് ചെയ്താലാണ് ഡെഡ് ലോക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ പറയും. ഓക്കെ, വിച്ച് ആർ ദ 4 കണ്ടീഷൻസ്? ഏതൊക്കെയാണ് 4 കണ്ടീഷൻ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് നെസസറി കണ്ടീഷൻസ് ഫോർ ഡെഡ് ലോക്ക്? ഒരു ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള നെസസറി കണ്ടീഷൻസ് ഏതൊക്കെയാണ്? 1 മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, 2 ഹോൾഡ് ആൻഡ് വെയിറ്റ്, 3 നോ പ്രിയംഷൻ ആൻഡ് 4th വൺ ഈസ് സർക്കുലർ വെയിറ്റ്. ഈ 4 കണ്ടീഷനും സൈമൾട്ടേനിയസ്ലി ഹോൾഡ് ചെയ്താൽ മാത്രമാണ് ഒരു സിസ്റ്റത്തിൽ ഡെഡ് ലോക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഒരു സിസ്റ്റത്തിലെ ഡെഡ് ലോക്കിനെ നമുക്ക് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം, അതാണ് നെക്സ്റ്റ് നമുക്ക് ടോപ്പിക് വരാം. അതിലെ 4 മെത്തേഡ്സ് ആണ് അവിടെ നമുക്ക് ഡെഡ് ലോക്കിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, 4 മെത്തേഡ്സ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ, 2 ഡെഡ് ലോക്ക് അവോയ്ഡൻസ്, 3 ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി, 4th വൺ ഈസ് ഇഗ്നോർ. ഓക്കെ, അതിനകത്ത് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ 4 കണ്ടീഷനും സൈമൾട്ടേനിയസ്ലി ഹോൾഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഡെഡ് ലോക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഡെഡ് ലോക്കിനെ പ്രിവെന്റ് ചെയ്യാം? ഡെഡ് ലോക്കിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? അതായത് ഈ 4 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്താണ് ഡെഡ് ലോക്കിനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെ? അതായത് 4 കണ്ടീഷന് സൈമൾട്ടേനിയസ്ലി ഹോൾഡ് ചെയ്താൽ മാത്രമേ ഡെഡ് ലോക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ 4ൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യാൻ പറ്റിയാൽ എന്താണ് നമുക്ക് ഡെഡ് ലോക്കിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഡെഡ് ലോക്ക് പ്രിവെൻഷനകത്ത് പറയുന്ന 4 മെത്തേഡിനെ എങ്ങനെയൊക്കെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പൊ 4 കണ്ടീഷന് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വയലേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 4 കണ്ടീഷൻസ് എന്ന് പറയുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ ആൻഡ് സർക്കുലർ വെയിറ്റ് ആണ്. ഒന്നാമതായിട്ട് പറയുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എങ്ങനെ വയലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ടൈമിൽ ഒരാൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയും ഈ ടെക്സ്റ്റൈൽസിലൊക്കെ ട്രയൽ റൂം ഉണ്ടല്ലോ, ട്രയൽ റൂം എന്ന് ഒരു ട്രയൽ റൂമേ ഉള്ളൂ എങ്കിൽ അറ്റ് ടൈമിൽ ഒരാൾക്ക് മാത്രമേ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ, അല്ലെ? അവിടെ ട്രയൽ റൂം എന്ന് പറയുന്ന റിസോഴ്സ് ആണ്, അല്ലെ? അവിടെ ട്രയൽ റൂം എന്ന് പറയുന്ന റിസോഴ്സ് ആണ്. ആ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരാൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡെഡ് ലോക്കിന്റെ കേസിനകത്ത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന നെസസറി കണ്ടീഷൻ പറയുന്നത് എന്തായിരുന്നു? അറ്റ്ലീസ്റ്റ് ഒരു റിസോഴ്സിനെങ്കിലും നോൺ ഷെയറബിൾ മോഡിൽ കീപ്പ് ചെയ്യാന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു റിസോഴ്സിനെങ്കിലും നോൺ ഷെയറബിൾ മോഡിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ സിസ്റ്റത്തിനകത്ത് റിസോഴ്സസിനെ നമുക്ക് അങ്ങനെ ഷെയറബിൾ ആക്കി വെക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, അതായത് ഷെയറബിൾ ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിവെന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഡെഡ് ലോക്കിനെ പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. തിയറിറ്റിക്കലി നമുക്ക് പറയാം എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു ഷെയറബിൾ റിസോഴ്സ് എങ്കിലും കീപ്പ് ചെയ്താൽ എന്താണ്, നോൺ ഷെയറബിൾ ആണെങ്കിലാണ് അവിടെ എന്താവുള്ളൂ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആവുള്ളൂ. ഷെയറബിൾ റിസോഴ്സസ് ആണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ആ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ വയലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. പക്ഷെ റിസോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഷെയറബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിവെന്റ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നത് വഴി ഡെഡ് ലോക്ക് വരാതിരിക്കാൻ വേണ്ടി നോക്കാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയാം. ഇനി രണ്ടാമത്തെ പറയുന്ന ഹോൾഡ് ആൻഡ് വെയിറ്റ് ആണ്. ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾഡ്, അതായത് ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് വേറൊരു റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. എന്താണ്? ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്യുന്നു, വേറൊരു റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയാം. അപ്പൊ ഹോൾഡ് ആൻഡ് വെയിറ്റിനെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? അതായത് ഒരു റിസോഴ്സിനെ കീപ്പ് ചെയ്തുകൊണ്ട് വേറൊരു റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താലല്ലേ ഹോൾഡ് ആൻഡ് വെയിറ്റ് ആവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു പ്രോസസ്സ് എക്സിക്യൂഷൻ നടത്തുന്നതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു റിസോഴ്സസിനെ വേണമെന്ന് വിചാരിച്ചാൽ എന്താണ്, ഒരു പ്രോസസ് എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുക, അതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എല്ലാം വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ആ പ്രോസസ്സിന് വേറൊരു റിസോഴ്സിന് വേണ്ടി വന്നത്. അപ്പോഴായിരിക്കും റിക്വസ്റ്റ് കൊടുക്കുക. അന്നേരം അത് കിട്ടാതെ വരുമ്പോൾ ഡെഡ് ലോക്ക് ആവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നാൽ
ഹോൾഡ് ആൻഡ് വെയിറ്റിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നാൽ എന്ത് ചെയ്യണം? ആ പ്രോസസ്സ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന റിസോഴ്സസിനെ എല്ലാം അങ്ങ് വിട്ടുകൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ആദ്യം തൊട്ട് എന്ത് ചെയ്യുക? റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? അവിടെ ഹോൾഡ് ആൻഡ് വെയിറ്റ് ഉണ്ടാവത്തില്ല. എപ്പോഴാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് ഉണ്ടാവുക? ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ കീപ്പ് ചെയ്തുകൊണ്ട് വേറൊരു റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്ത് വെയിറ്റ് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന്. ഓക്കെ, അപ്പൊ അത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിന് ഏതെങ്കിലും ഒരു റിസോഴ്സിനെ ആവശ്യമായിട്ട് വന്നാല്, ഒരു റിക്വസ്റ്റ് കൊടുക്കേണ്ടി വന്നാല് എന്ത് ചെയ്യണം? ആ പ്രോസസ്സ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന റിസോഴ്സസിനെ എല്ലാം അങ്ങ് വിട്ടുകൊടുക്കണം. ഓക്കെ, എല്ലാത്തിനെയും റിലീസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യം തൊട്ട് എന്ത് ചെയ്യണം? റിസോഴ്സസിനെ, ആവശ്യമായിട്ടുള്ള റിസോഴ്സസിനെല്ലാം എടുത്ത് പ്രോസസ് ചെയ്യണം. ആ പോയിന്റ് പിടികിട്ടിയോ? ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയോ? ഹോൾഡ് ആൻഡ് വെയിറ്റിനെ ബ്രേക്ക് ചെയ്യണം. ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സസിനെ യൂസ് ചെയ്തുകൊണ്ട് പ്രോസസ് എക്സിക്യൂഷൻ നടത്തുന്നതിന്റെ ഇടയ്ക്ക് ഒരു റിസോഴ്സ് ആവശ്യമായിട്ട് വന്നപ്പം അതിനെ എന്താണ്? റിക്വസ്റ്റ് കൊടുത്ത് വെയിറ്റ് ചെയ്യുന്നതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വെയിറ്റ് ചെയ്യിക്കാതിരുന്നാൽ പോരെ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാം? ആ പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന റിസോഴ്സസിനെ എല്ലാം റിലീസ് ചെയ്തിട്ട് ആദ്യം മുതൽ എന്ത് ചെയ്യാം? റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവിടെ ഹോൾഡ് ആൻഡ് വെയിറ്റ് ഉണ്ടാവത്തില്ല. അതൊരു മെത്തേഡ്. പിന്നെ ഒരു മെത്തേഡ് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസിനെ എല്ലാം ആദ്യമേ തന്നെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവുമോ? ഹോൾഡ് ആൻഡ് വെയിറ്റ് ഉണ്ടാവുമോ? ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസിനെ എല്ലാം ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്ത് ഗ്രാന്റ് ചെയ്തതിന് ശേഷം പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത പ്രശ്നമുണ്ടോ? ഹോൾഡ് ആൻഡ് വെയിറ്റ് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഹോൾഡ് ആൻഡ് വെയിറ്റിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പറയുന്ന 2 പോയിന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഒരു പ്രോസസ്സിന് എപ്പോഴെങ്കിലും ഒരു റിക്വസ്റ്റ് ആവശ്യമായിട്ട് വന്നാൽ, റിസോഴ്സിന്റെ റിക്വസ്റ്റ് ആവശ്യമായിട്ട് വന്നാൽ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന റിസോഴ്സസിനെല്ലാം റിലീസ് ചെയ്തിട്ട് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും സ്വീകരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ടാവത്തില്ല? ഹോൾഡ് ആൻഡ് വെയിറ്റ് ഉണ്ടാവത്തില്ല. അതാണ് ഇവിടെ ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്ന പോയിന്റിനകത്ത് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ ആണോ? 2 മെത്തേഡാണ് അവിടെ പറയാം. ഓക്കെ, ദെൻ അടുത്തത് നോ പ്രിയംഷൻ. ഓക്കെ, നോ പ്രിയംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നോ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ എടുത്താല് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ വിട്ടുകൊടുക്കുള്ളൂ. അതാണല്ലോ നോ പ്രിയംഷൻ. പ്രിയംറ്റ് ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്യരുത്. ഓക്കെ, ഒരു റിസോഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? അത് കംപ്ലീറ്റ് ചെയ്യാതെ റിലീസ് ചെയ്യരുത് എന്നുള്ളതാണ് നോ പ്രിയംഷൻ പോയിന്റ് പറയാം. ഓക്കെ, അപ്പൊ നോ പ്രിയംഷൻ എങ്ങനെ ബ്രേക്ക് ചെയ്യാം? നോ പ്രിയംഷൻ എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? അതായത് ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യരുത്? അതിനെ അലോക്കേറ്റ് ചെയ്യരുത്. ഓക്കെ, അത് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ, അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന റിസോഴ്സസിനെ എല്ലാം റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് എ പ്രോസസ് ദാറ്റ് ഈസ് ഹോൾഡിംഗ് സം റിസോഴ്സസ്, അതായത് ഒരു പ്രോസസ്സ്, ഓക്കെ, അത് കുറച്ച് റിസോഴ്സസിനെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ദെൻ റിക്വസ്റ്റ് അനദർ റിസോഴ്സ്, വേറൊരു റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു. ദാറ്റ് കനോട്ട് ബി ഇമ്മീഡിയറ്റ്ലി അലോക്കേറ്റഡ് ടു, അത് അപ്പൊ തന്നെ എന്ത് ചെയ്യരുത്? അലോക്കേറ്റ് ചെയ്ത് ദെൻ ഓൾ റിസോഴ്സസ് കറന്റ്ലി ബീങ് ഹെൽഡ് ആർ റിലീസ്ഡ്, അത് കറന്റ്ലി ഹെൽഡ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ റിസോഴ്സസിനും എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാം. എന്നിട്ട് പ്രിയംപ്റ്റഡ് റിസോഴ്സസ്, സ്റ്റോപ്പ് ചെയ്ത റിസോഴ്സസിനെല്ലാം എന്ത് ചെയ്യാം? ആഡഡ് ടു ദ ലിസ്റ്റ് ഓഫ് റിസോഴ്സസ്, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനകത്തേക്ക് കീപ്പ് ചെയ്യാം. എന്നിട്ട് എന്താ? അത് ഏത് പ്രോസസ്സിനാണ് ആവശ്യമായിട്ടുള്ള അതിനെന്ത് ചെയ്യാം? കൊടുക്കാം. അതാണ് നോ പ്രിയംഷനെ വയലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. പ്രിയംപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. നോ പ്രിയംഷനെ വയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? പ്രിയംപ്റ്റ് ചെയ്താൽ മതി. അതായത് ഒരു പ്രോസസ്സ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് പ്രിയംപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ലേ? അപ്പൊ അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ കറന്റ്ലി അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന റിസോഴ്സസിനെല്ലാം റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിനെ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് എന്തെന്ന് പറയുന്നത്? നോ പ്രിയംഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറയാം. ദെൻ സർക്കുലർ വെയിറ്റ്. സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു ഫിഗർ ഓർത്താൽ മതി. സർക്കുലർ വെയിറ്റിന് വേണ്ടിയിട്ട് എന്തായിരുന്നു? എന്താണ് സർക്കുലർ വെയിറ്റ് നമ്മൾ പറഞ്ഞത്? P1 എന്ന് പറയുന്നത് R1നെ ഹോൾഡ് ചെയ്യുന്നു. R2ന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് വന്നു. R2 ഈസ് ഹോൾഡ് ബൈ P2. R2നെ P2 യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. P2 റിക്വസ്റ്റ് R3. R3 ഹോൾഡ് ബൈ P3. P3 റിക്വസ്റ്റ് R1. R1 ഹോൾഡ് ബൈ P1. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കുലർ
വെയിറ്റ് ഉണ്ടെന്നുള്ളതാണ് ഡെഡ് ലോക്കിന്റെ ഒരു കണ്ടീഷൻ. അപ്പൊ ഈ സർക്കുലർ വെയിറ്റിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഇപ്പൊ ഒരു പ്രോസസ്സ് P3 എന്ന് പറയുന്ന പ്രോസസ്സ്, ഓക്കെ, അല്ല സോറി P2 എടുക്കാം. P2 എന്ന് പറയുന്ന പ്രോസസ്സ്, ഓക്കെ, P2 എന്ന് പറയുന്ന പ്രോസസ്സ് R2ന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു, R3ക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്താല്, ഓക്കെ, P2 എന്ന് പറയുന്ന പ്രോസസ്സ് R3ക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്താല് അവിടെ പറയുന്ന റൂൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് R3 എന്ന് പറഞ്ഞാൽ 3 കഴിഞ്ഞിട്ട് R4, R5, R6 ഒക്കെ ആണെങ്കിൽ ബാക്കി വരുന്ന റിക്വസ്റ്റുകളെല്ലാം കൊടുക്കാം. പക്ഷെ എന്താണ് അതിന് തൊട്ട് മുന്നേ ഉള്ളത്, അതായത് R3ക്ക് തൊട്ട് മുന്നേ വരുന്ന R2, R1, R0 ആണല്ലോ താഴെയുള്ളത്. അതായത് R3ക്കാണ് റിക്വസ്റ്റ് വരുന്നതെങ്കിൽ R3ക്ക് താഴെയുള്ളത് R2, R1, R0, ഓക്കെ, അങ്ങനെ അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യുക, ആ റിസോഴ്സസിനെ അങ്ങ് റിലീസ് ചെയ്യുക. അതായത് സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സർക്കുലർ ഫാഷനിൽ വെയിറ്റ് ചെയ്താലാണല്ലോ സർക്കുലർ വെയിറ്റ് ആവുള്ളൂ. അപ്പം ഇവിടെ ഈ R3ക്ക് വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് വന്നത്, അപ്പോഴാണ് സർക്കുലർ വെയിറ്റ് ഉണ്ടാവുന്നതെങ്കിൽ എന്ത് ചെയ്യാം, അതിന് തൊട്ട് താഴെയുള്ള ചെറിയ ചെറിയ റിസോഴ്സസുകൾ, അതായത് ആ നമ്പർ ആണ് കേട്ടോ ഉദ്ദേശിച്ചത്, ചെറുതെന്ന് ഉദ്ദേശിച്ചത് ആ നമ്പർ ആണ്. R3 ആണെങ്കിൽ R2, R1, R0. ഇപ്പൊ R7 ആണെങ്കിൽ R6 മുതൽ താഴോട്ടുള്ളതെല്ലാം R6, R5, R4 അങ്ങനെയുള്ള റിസോഴ്സസിനെയൊക്കെ എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാന്നുള്ള. അപ്പൊ എന്താണ് ഈ ഒരു ഇപ്പൊ ഈ R2 P2 ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ എന്താണ് റിലീസ് ചെയ്യും. അപ്പൊ ഇവിടെ ഈ സർക്കുലർ ഫാഷനിൽ എന്തുണ്ടാവത്തില്ല, ഒരു വെയിറ്റ് ഉണ്ടാവത്തില്ല. അതാണ് എന്ത് പറയുന്നത്, സർക്കുലർ വെയിറ്റിനകത്ത് പറയുന്നത്. അപ്പൊ ഈ 4 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്താൽ മതി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഡെഡ് ലോക്കിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ ആണോ? 4 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഡ് ലോക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ ഓരോന്നിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാന്നാണ് ഇപ്പോൾ നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞത്. ഇനി ഡെഡ് ലോക്കിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് മെത്തേഡ് എന്താണ്, ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ നോക്കാന്നുള്ള. ഓക്കെ, അതായത് ഓരോ റിക്വസ്റ്റുകൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത മെത്തേഡിനകത്ത് പറയുന്നത്. ഓക്കെ, ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്കിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഓക്കെ, ഇനി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 2 അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ഒരു സേഫ് സ്റ്റേറ്റ് പറയുന്നുണ്ട്. ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞായിരുന്നോ, റിസോഴ്സിനകത്ത് സിംഗിൾ ഇൻസ്റ്റൻസ് ആവാം, മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ആവാം എന്നൊക്കെ പറഞ്ഞായിരുന്നോ? അത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് പറഞ്ഞപ്പോ പറഞ്ഞില്ലായിരുന്നോ? ഓർക്കുന്നോ? ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്യോ? ഞാൻ പറഞ്ഞായിരുന്നോ? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അല്ല, ഇപ്പൊ നമ്മള് റിസോഴ്സ് എന്ന് പറയുന്നത് CPU, മെമ്മറി, IO ഡിവൈസസ് ഒക്കെ ആണല്ലോ നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഈ റിസോഴ്സസ് സിംഗിൾ ഇൻസ്റ്റൻസ് ആവാം, മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ആവാം. അതായത് ഒരു സിസ്റ്റത്തിനകത്ത് CPU 10 ഉണ്ടെങ്കിൽ CPU-ന്റെ 10 ഇൻസ്റ്റൻസ് എന്ന് പറയും, പറഞ്ഞല്ലേ? അതായത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്, ഇത് ഈ ഗ്രാഫിനകത്ത് ഈ ഡോട്ട് സൂചിപ്പിക്കുന്ന റിസോഴ്സിന്റെ ഉള്ളിലെ ഡോട്ട് സൂചിപ്പിക്കുന്ന ഇൻസ്റ്റൻസ് ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലെ? ഓക്കെ. അപ്പം നമുക്ക് ഡെഡ് ലോക്ക് അവോയ്ഡൻസിനകത്ത് വരുന്നത് 2 രീതിയിലുള്ള അൽഗോരിതമാണ് വരിക. അതായത് സിംഗിൾ ഇൻസ്റ്റൻസ് ഉള്ള ഗ്രാഫാന്ന് വിചാരിക്കുക. എല്ലാ റിസോഴ്സസിനകത്തും സിംഗിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം വെച്ചിട്ട് ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ്? സിംഗിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ, റിസോഴ്സിന്റെ ഇൻസ്റ്റൻസസ് എല്ലാം സിംഗിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം യൂസ് ചെയ്ത് നമുക്ക് ഡെഡ് ലോക്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന അൽഗോരിതത്തിന്റെ പേര് ബാങ്കേഴ്സ് അൽഗോരിതം. ഓക്കെ, ഓർത്ത് വെച്ചോളാം. ഇത് ടെക്നിക്കൽ ആയിട്ടുള്ള ഇന്റർവ്യൂസിനും അതുപോലെ ടെസ്റ്റിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാങ്കേഴ്സ് അൽഗോരിതം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും ആൻസർ എന്ന് പറയുന്ന ഡെഡ് ലോക്ക് അവോയ്ഡൻസ് ആണ്. നമുക്ക് ചിലപ്പോൾ ഈ ചോയ്സിനകത്തൊക്കെ ഡെഡ് ലോക്ക് ഡിറ്റക്ഷനും വരാറുണ്ട്. ഡെഡ് ലോക്ക് ഡിറ്റക്ഷനും യൂസ് ചെയ്യാറുണ്ട്, ഡെഡ് ലോക്ക് അവോയ്ഡൻസിനും യൂസ് ചെയ്യാറുണ്ട്. മെയിൻ പർപ്പസ് എന്ന് പറയുന്ന ഡെഡ് ലോക്ക് അവോയ്ഡൻസ് ആണ്. ഓക്കെ, അപ്പം ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കേസിലാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്?
മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസിന്റെ കേസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാങ്കേഴ്സ് അൽഗോരിതം. സിംഗിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് സേഫ് അൺസേഫ് ഡെഡ്ലോക്ക് സ്റ്റേറ്റ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് പറയുന്ന ഇതാണ്. യൂസ്ഡ് ഓൺലി ഫോർ സിംഗിൾ ഇൻസ്റ്റൻസ് റിസോഴ്സ് ടൈപ്പ്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ എപ്പോഴാണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനകത്ത് എപ്പോഴാണ് ഡെഡ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് മുമ്പ് പറഞ്ഞത്. ഒരു സൈക്കിൾ ഇല്ല എങ്കിൽ അത് ഡെഡ്ലോക്കിലാണോ? അല്ല, സൈക്കിൾ ഇല്ല എങ്കിൽ ഡെഡ്ലോക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, സൈക്കിൾ ഉണ്ടെങ്കിൽ ചാൻസ് ഉണ്ട്. യെസ്, ഒന്നെങ്കിൽ ഉണ്ടാവാം ഇല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. ഓക്കെ, അതാണ് രണ്ട് ചാൻസ് അവിടെ ഉണ്ട്. ഉണ്ടാവാനും ചാൻസ് ഉണ്ട്, ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അവിടെ നമ്മൾ റിക്വസ്റ്റ് എഡ്ജും അസൈൻമെന്റ് എഡ്ജും പറഞ്ഞായിരുന്നു. ഞാൻ റിക്വസ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്ന എഡ്ജ്. അതായത് ഇവിടെ ഇപ്പം ഇതിനകത്ത് ഇപ്പൊ അസൈൻമെന്റ് എഡ്ജ് ഇല്ല. അസൈൻമെന്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗ്രാഫിനകത്ത് ഒരു അസൈൻമെന്റ് എഡ്ജ് പറയാവോ ആരെങ്കിലും? ഒരു അസൈൻമെന്റ് എഡ്ജ് പറയാവോ? അസൈൻമെന്റ് എഡ്ജ് R2 P1 R1 to P2 അല്ലെങ്കിൽ R2 P1 R2 P1 യെസ്, R2 P1 R1 P2 R1 P3. ഓക്കെ, അതൊക്കെ എന്താണ്? അസൈൻമെന്റ് എഡ്ജുകളാണ്. അതായത് ഒരു റിസോഴ്സിൽ നിന്നും പ്രോസസ്സിലോട്ടുള്ള എഡ്ജ് ആണ് എന്തെന്ന് പറയുന്നത്? അസൈൻമെന്റ് എഡ്ജ്. ഇനി P1 നിന്നും R1 നമ്മൾ എന്തെന്ന് പറയും? P1 നിന്നും R1 റിക്വസ്റ്റ് എഡ്ജ്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഓക്കെ ആണല്ലോ അല്ലെ? റിക്വസ്റ്റ് എഡ്ജും ഉണ്ട്, അസൈൻമെന്റ് എഡ്ജും ഉണ്ട്. ഓക്കെ, ഇനി റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ഡയഗ്രം നോക്കാം. ഓക്കെ, ഈ ഒരു ഡയഗ്രത്തിനകത്ത് R1 എന്ന് പറയുന്ന റിസോഴ്സിൽ നിന്നും P1 എന്താണ്? P1 എന്താണ്? ഒരു അസൈൻമെന്റ് എഡ്ജ് ആണ്. ഓക്കെ, ഇനി P1 എന്ന് പറയുന്നത് R2 വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്താൽ, ഓക്കെ, P1 എന്ന് പറയുന്നത് R2 വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്താൽ ഈ ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതൊരു ക്ലെയിം എഡ്ജ് എന്നാണ്. ഓക്കെ, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനകത്ത് നമ്മൾ ഒരു എഡ്ജും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ക്ലെയിം എഡ്ജ്. ക്ലെയിം എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് P1 R2 വേണമെന്ന് ക്ലെയിം ചെയ്യുകയാണ്. ഓക്കെ, P1 R2 എന്ന് പറയുന്ന റിസോഴ്സ് വേണം എന്നുള്ള ക്ലെയിം ചെയ്യുകയാണ്. ആ ക്ലെയിം എഡ്ജിനെ അസൈൻമെന്റ് എഡ്ജിലോട്ട് ആക്കുമ്പോൾ അവിടെ ഒരു സൈക്കിൾ ഉണ്ടാകുമെങ്കിൽ എന്ത് ചെയ്യരുത്? അതിനെ അസൈൻമെന്റ് എഡ്ജ് ആക്കി മാറ്റാതിരിക്കുക. അതാണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതത്തിനകത്ത് പറയുന്നത്. എന്താണ്? അതായത് ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ റിക്വസ്റ്റ് ഗ്രാന്റ് ചെയ്താൽ, ആ റിക്വസ്റ്റ് അനുവദിച്ചു കൊടുത്താൽ അവിടെ ഒരു സൈക്കിൾ ഉണ്ടാകുമെങ്കിൽ എന്ത് ചെയ്യാതിരിക്കുക? ആ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുക. പിടിയിട്ടുന്നുണ്ടോ? അപ്പൊ ആ സൈക്കിൾ ഉണ്ടായാലല്ലേ അവിടെ ഡെഡ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പൊ സൈക്കിൾ ഉണ്ടാവാതിരിക്കണം എന്ത് ചെയ്യണം? ആ വന്ന റിക്വസ്റ്റ് എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്താൽ പോരെ, ഗ്രാന്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. ഓക്കെ, അതാണ് ഏത് അൽഗോരിതം പറയുന്നത്? റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം പറയാം. ഇത് സിംഗിൾ ഇൻസ്റ്റൻസിന്റെ കേസിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. ഓക്കെ, സിംഗിൾ ഇൻസ്റ്റൻസിന്റെ കേസിൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന അതാണ്. P1 എന്ന് പറയുന്ന R2 വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ ഫസ്റ്റിലെ അതിന് നമ്മൾ ക്ലെയിം എഡ്ജ് എന്നാണ് പറയാ. ഓക്കെ, ക്ലെയിം എഡ്ജ്, അതായത് ക്ലെയിം എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 ക്ലെയിംസ് R2, അതായത് P1 റിക്വസ്റ്റ് R2 എന്നാണ് മീനിങ്. ആ റിക്വസ്റ്റ് എഡ്ജിനെ അസൈൻമെന്റ് എഡ്ജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ അത് എന്താക്കാതിരിക്കുക? അസൈൻമെന്റ് എഡ്ജ് ആക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ്? അവിടെ ഡെഡ്ലോക്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എങ്ങനെയാ? ഇവിടെ R2 P2 യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്. P2 R1 വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തേക്കാണ്. R1 P1 വേണ്ടിയിട്ട് എന്ത് കൊടുത്തേക്കാണ്? R1 P1 യൂസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ P1 R2 വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്താൽ അത് സാറ്റിസ്ഫൈ ചെയ്യണോ ഇല്ലയോ? സാറ്റിസ്ഫൈ ചെയ്താൽ അത് എന്തായിട്ട് മാറും?
അൺസേഫ് സ്റ്റേറ്റ് ആയിട്ട് മാറും, ഡെഡ് ലോക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, അതിനെ എന്താക്കുക, ഗ്രാൻഡ് ചെയ്യാണ്ടിരിക്കുക. അതാണ് എന്ത് പറയുന്നത്, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം പറയുന്നത്. മനസ്സിലായോ? റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് ഒരു ക്ലെയിം എഡ്ജ്? ക്ലെയിം എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കിടക്കുന്നത് നമ്മൾ ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ആ ക്ലെയിം എഡ്ജിനെ നമ്മൾ അസൈൻമെന്റ് എഡ്ജ് ആക്കി മാറ്റുമ്പോൾ അവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അസൈൻമെന്റ് എഡ്ജ് ആക്കാതിരിക്കുക, ഗ്രാൻഡ് ചെയ്യാതിരിക്കുക. അത്രേ ഉള്ളൂ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ബാങ്കേഴ്സ് അൽഗോരിതം. ബാങ്കേഴ്സ് അൽഗോരിതം എനിക്ക് എത്രമാത്രം നിങ്ങളിലൂടെ ഈ ഓൺലൈൻ ആയതുകൊണ്ട് എത്രമാത്രം ഇത് എഫക്റ്റീവ് ആയിട്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും നോക്കാം. അപ്പൊ ഇതിനകത്തുനിന്ന് അൽഗോരിതം പഠിക്കണം, പ്രോബ്ലം പഠിക്കണം. ഇതിനകത്തുനിന്ന് ഒരു പ്രോബ്ലം ഞാൻ ചോദിച്ചിട്ടുണ്ട് സീരിയസ് എക്സാമിന്. അപ്പം ഇതിന്റെ അകത്ത് ആദ്യമേ തന്നെ 4 ഡേറ്റ സ്ട്രക്ചർ പഠിക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ 4 ഡേറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ 4 വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് അവൈലബിൾ. ഓക്കെ, അവൈലബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇനി എത്ര റിസോഴ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന റിസോഴ്സസ് ആണെങ്കിൽ അത് എത്രമാത്രം ഇനി നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഉണ്ട്, അവൈലബിൾ ആണ്, അതാണ് മീൻ ചെയ്യുന്ന അവൈലബിൾ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിന് എന്തുമാത്രം റിസോഴ്സസിന് ആവശ്യമുണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്, മാക്സിമം. ഓക്കെ, മാക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പ്രോസസ്സിന് എത്രമാത്രം റിസോഴ്സസ് വേണം, അതാണ് മാക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ദെൻ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിന് എത്ര റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്, ആ പ്രോസസ്സിന് എത്രമാത്രം റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് അലോക്കേഷൻ. ഇനി നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി ആ പ്രോസസ്സിന് എന്തുമാത്രം റിസോഴ്സസിന് ആവശ്യമുണ്ട്. ഓക്കെ, 4 പോയിന്റ് പിടികിട്ടിയോ? അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തില് ഇനി എത്ര റിസോഴ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അത് ഞാൻ പറയാം. നമ്മുടെ ഈ അൽഗോരിതത്തിനെ ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ബാങ്കില് അതൊപ്പം നിങ്ങൾ ഓർക്കുക, ബാങ്കില് 2 ലക്ഷത്തിന്റെ ലോൺ കൊടുക്കുമെന്ന് പറയുന്നു. ഓക്കെ, 2 ലക്ഷത്തിന്റെ ലോണ്, അതാണ് അവൈലബിൾ എന്ന് പറയുന്നത്. 2 ലക്ഷം. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, അവൈലബിൾ. ഓക്കെ, ഇനി ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് 2.5 ലക്ഷത്തിന്റെ ലോൺ വേണം. ഓക്കെ, അപ്പൊ അയാളുടെ മാക്സിമം എന്താണ്, അയാളുടെ മാക്സിമം നീഡ് എന്താണ്, മാക്സിമം എന്താണ്, 2.5 ലക്ഷമാണ്. ഓക്കെ, ഇനി അയാൾക്ക് ആദ്യമേ എന്താണ് ഒരു 50,000 രൂപ കൊടുത്തുവെങ്കിൽ അതാണ് അലോക്കേഷൻ. ഓക്കെ, ഇനി അയാൾക്ക് എത്ര കൂടി വേണം, ഇനി അയാൾക്ക് എത്രയും കൂടി വേണം, 2 ലക്ഷമാണ് മാക്സിമം ഉള്ളൂ, അതായത് അവൈലബിൾ ഉള്ളൂ. അതിനകത്ത് നാളെ 2.5 ചോദിച്ചു, ഒരു 1/2 ലക്ഷം ആദ്യമേ കൊടുത്തു എന്ന് വിചാരിക്കേ. ഇനി അയാൾക്ക് 2 ലക്ഷം കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഇനി അയാൾക്ക് 2 ലക്ഷം കൊടുക്കാൻ പറ്റുമോ? ഇനി 1.5 കൊടുക്കാൻ പറ്റുള്ളൂ. അയാൾ അത് ആവശ്യപ്പെട്ടെങ്കിലും എന്താണ്, നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ ആ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത്രയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അത്രയേ കൊടുക്കുള്ളൂ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പോളിസി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ അൽഗോരിതത്തിന് ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയാം. അതായത് ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ്, ആ ഒരു പ്രോസസ്സ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു 10 റിസോഴ്സസ് വേണം. ആ 10 റിസോഴ്സസ് അവൈലബിൾ ആണെങ്കിൽ കൊടുക്കുന്നതിന് പ്രശ്നമില്ലല്ലോ, അല്ലെ? ആ 10 റിസോഴ്സസും അവിടെ അവൈലബിൾ ആണെങ്കിൽ കൊടുക്കാം, നമുക്ക് പ്രശ്നമില്ല. ഇനി അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്താണ്, അവിടെ ഡെഡ് ലോക്കിനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് മീനിങ്. അപ്പൊ നമ്മൾ ഇനി നോക്കാം. അപ്പൊ ഈ 4 വേരിയബിൾ ഓർത്ത് വെക്കാം. ഇനി നമ്മൾ അൽഗോരിതം, ഈ അൽഗോരിതത്തിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയുന്ന 2 സ്പ്ലിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് സേഫ്റ്റി അൽഗോരിതം, ഒന്ന് റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം. ഓക്കെ, ആദ്യമേ നമ്മൾ നോക്കേണ്ടത് സേഫ്റ്റി അൽഗോരിതം ആണ്. അതായത് ആ സിസ്റ്റം സേഫ് ആണോ അല്ലയോ, ഡെഡ് ലോക്ക് ഇല്ലാത്ത സ്റ്റേറ്റിനെയാണ് നമ്മൾ സേഫ് എന്ന് പറയാം. ഓക്കെ, അൺസേഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ട്. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സേഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സിസ്റ്റം ഡെഡ് ലോക്ക് ഇല്ല. ഓക്കെ, അൺസേഫ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ നോക്കേണ്ടത് നമുക്ക് സിസ്റ്റം എന്ന് പറയുന്നത് സേഫ് സീക്വൻസിലാണോ അല്ലെങ്കിൽ സേഫ് ആണോ, സേഫ് സ്റ്റേറ്റിലാണോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണ് ആദ്യം പറയുന്ന സേഫ്റ്റി അൽഗോരിതം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു സിസ്റ്റം തന്നിട്ടുണ്ടാവും, ഇന്ന പ്രോസസ്സുകൾ ഉണ്ട്, ഓരോ പ്രോസസ്സിനും ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അത് എത്ര ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ക്വസ്റ്റിനകത്ത് തരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ സേഫ്റ്റി അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യണം. സേഫ്റ്റി അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്.
ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് ആദ്യത്തെ സേഫ്റ്റി അൽഗോരിതം. ഇതിനകത്ത് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ രണ്ട് കാര്യങ്ങളെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്നെന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് അവൈലബിൾ എടുത്തു വെക്കുക. വർക്ക് എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് അവൈലബിൾ എടുത്തു വെക്കുക. ഞാൻ പ്രോബ്ലം പറഞ്ഞിട്ട് ഈ അൽഗോരിതത്തിലേക്ക് പറയണം, അത് അൽഗോരിതം പറഞ്ഞിട്ട് പ്രോബ്ലത്തിലേക്ക് പോകണം. അൽഗോരിതം ആദ്യം. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പ്രോസസ്സുകൾ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് രണ്ട് പ്രോസസ് ആണെന്നിരിക്കുക, P0 P1 എന്ന് പറയുന്ന രണ്ട് പ്രോസസ് ആണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ സിസ്റ്റത്തിനകത്ത് എത്ര റിസോഴ്സസ് അവൈലബിൾ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ആ റിസോഴ്സസിന് അവൈലബിൾ എന്ന് പറയുന്ന വർക്ക് എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് സെറ്റ് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റത്തിലുള്ള പ്രോസസ്സിന്റെ എല്ലാം ഫിനിഷ് ഓഫ് ഐ എന്ന് പറയുന്ന വേരിയബിൾ ഫോൾസ് ആക്കി വെക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ആദ്യം എന്ത് ചെയ്യണം, വർക്ക് ഈക്വൽ ടു അവൈലബിൾ ആക്കണം. എല്ലാ പ്രോസസ്സിന്റെ ഫിനിഷ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താക്കി മാറ്റണം, ഫോൾസ് ആക്കി മാറ്റണം. ഓക്കെ, എത്ര പ്രോസസ് ഉണ്ടോ അത്രയും പ്രോസസ്സിന്റെ ഫിനിഷ് ഓഫ് ഐ എന്ന് പറയുന്ന വേരിയബിൾ എന്താക്കി വെക്കുക, ഫോൾസ് ആക്കി വെക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോസസ്സിനെ എടുത്തിട്ട് ഏത് പ്രോസസ്സിന്റെ ആണോ ഫിനിഷ് ഓഫ് ഐ ഫോൾസും ആ പ്രോസസ്സിന്റെ നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്കും, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ എടുക്കും. എന്താണ്, ആദ്യമേ നമ്മൾ വർക്ക് ഈക്വൽ ടു അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ ചെയ്തിരിക്കുന്നത്, എല്ലാ പ്രോസസ്സിന്റെ ഫിനിഷ് ഓഫ് ഐ ഫോൾസ് ആക്കി വെച്ചിരിക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോസസ്സ് എടുക്കും. ഓക്കെ, ഓരോ പ്രോസസ്സും 1 by 1 ആയിട്ട് എടുക്കും. ആദ്യത്തെ പ്രോസസ്സ് എടുക്കും, ആ പ്രോസസ്സിന്റെ ഫിനിഷ് ഓഫ് ഐ ഫോൾസ് ആണോ എന്ന് നോക്കും. ആണെങ്കിൽ അതിന്റെ നീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണോ എന്ന് നോക്കും. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ ആക്കുക. ഓക്കെ, എന്നിട്ട് എന്താ അതിന്റെ ഫിനിഷ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താക്കുക, ട്രൂ ആക്കുക. പിടികിട്ടിയോ? അതായത് നമ്മൾ ആദ്യമേ വർക്ക് ഈക്വൽ ടു അവൈലബിൾ ആക്കി വെച്ചു, എല്ലാ പ്രോസസ്സിന്റെ ഫിനിഷ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താക്കി വെച്ചു, ഫോൾസ് ആക്കി വെച്ചു. ഇനി നമ്മൾ ഓരോ പ്രോസസ്സിനെ 1 by 1 ആയിട്ട്, ഇത് ലൂപ്പാണ്. ഓക്കെ, ഇത് ലൂപ്പിൽ വർക്ക് ചെയ്യും. അതായത് ഓരോ പ്രോസസ്സിനെയും എടുത്തിട്ട് ആ പ്രോസസ്സിന്റെ ഫിനിഷ് ഓഫ് ഐ ഫോൾസ് ആണോ, ആണെങ്കിൽ അതിന്റെ നീഡ് എന്ന് പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണോ എന്ന് നോക്കും. ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വർക്ക് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ. അത് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, അതായത് നീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിന് ഇനി എത്ര എണ്ണം വേണം എന്നുള്ളതാണല്ലോ നീഡ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, P1 എന്ന് പറയുന്ന പ്രോസസ്സിന് 3 റിസോഴ്സസിന് ആവശ്യമുണ്ട്. P1ന് 3 റിസോഴ്സിന് ആവശ്യമുണ്ട്. ഓക്കെ, 5 റിസോഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, 5 റിസോഴ്സ് അവൈലബിൾ ആണ്, 3 റിസോഴ്സസിന് എന്താണ് ആവശ്യമുണ്ട്. ഓക്കെ, അതിന് 3 റിസോഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നീഡ് എന്ന് പറയുന്ന 3 ആണ്, അവൈലബിൾ എന്ന് പറയുന്ന 5 ആണ്. ഓക്കെ ആണോ? അപ്പം 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് മീനിങ്. കിട്ടിയോ? ഒരു പ്രോസസ്സിന്റെ ഫിനിഷ് ഓഫ് ഐ ഫോൾസും അതിന്റെ നീഡ് എന്ന് പറയുന്ന അവൈലബിളിനേക്കാളും ചെറുതാണെങ്കിൽ അതിന്റെ അർത്ഥം ആ പ്രോസസ്സിന് എക്സിക്യൂഷൻ നടത്താം, ഡെഡ് ലോക്ക് ഉണ്ടാവത്തില്ലെന്നാണ്. ഓക്കെ, അങ്ങനെ എക്സിക്യൂട്ട് ചെയ്താൽ ആ പ്രോസസ് എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അല്ലെ, അതായത് ആ പ്രോസസ്സിന് 3 റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു, 3 റിസോഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് 3 എണ്ണം കൊടുത്തു. 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ചെയ്യുമല്ലോ, കംപ്ലീറ്റ് ചെയ്യുമല്ലോ. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കയ്യിലുണ്ടായിരുന്ന റിസോഴ്സും കൂടെ വിട്ടു കൊടുക്കുമല്ലോ, ഇല്ലേ? അതിന്റെ കയ്യിൽ വേറെ കുറെ റിസോഴ്സസ് ഉണ്ടായിരിക്കും, ആ റിസോഴ്സും കൂടെ എന്ത് ചെയ്യും, അത് വിട്ടുകൊടുക്കും. അതാണ് നമ്മൾ അവിടെ വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ ചെയ്ത്. അതിന് നേരത്തെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരുന്നല്ലോ, അതിനെ എന്ത് കൊടുക്കും, അതിനെയും കൂടെ വിട്ടുകൊടുക്കും. അപ്പൊ അവൈലബിളിനകത്തേക്ക് അതും കൂടി വരും. ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയോ? P1ന് 3 റിസോഴ്സിന് ആവശ്യം ഉണ്ടായിരുന്നു, 5 എണ്ണം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം എന്താണ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ആണല്ലോ, ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ 3 റിസോഴ്സസിനെ കൊടുത്തു. ഓക്കെ, എന്താണ്, ആ 3 റിസോഴ്സസിനെ ആ P1ന് കൊടുത്തു. P1 എന്ത് ചെയ്തു, അതിനെ പ്രോസസ് ചെയ്തു. P1 അതിനെ പ്രോസസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ P1ന്റെ കയ്യിൽ വേറെ 2 എണ്ണം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കേ. ഓക്കെ, 2 റിസോഴ്സസ് കയ്യിലുണ്ടായിരുന്നു. അപ്പൊ P1 വിട്ടുകൊടുക്കുമ്പോ എന്ത് ചെയ്യും, ആ 2 എണ്ണത്തിനെയും കൂടെ വിട്ടുകൊടുക്കില്ലേ? ഇപ്പൊ കൊടുത്ത 3 എണ്ണത്തിനെയും ആ 2 എണ്ണത്തിനെയും കൂടെ വിട്ടുകൊടുക്കും. അപ്പൊ എന്താണ്, ആ 2 നേരത്തെ അതിന് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരുന്നതാണ് അല്ലെ, ആ 2 എണ്ണം ആ പ്രോസസ്സിന് നേരത്തെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരുന്നതാണ്. അതാണ് ഇവിടെ അലോക്കേഷൻ അതിന്റെ കൂടുതൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ?
അങ്ങനെ ചെയ്യുമ്പോൾ ഉടനെ തന്നെ ആ ഫിനിഷ് ഓഫ് ഐ എന്ന് പറയുന്ന ട്രൂ ആക്കി ആ പ്രോസസ്സിന്റെ ഫിനിഷ് ഓഫ് ഐ എന്താക്കി വെക്കുക, ട്രൂ ആക്കി വെക്കുക. ഓക്കെ, അങ്ങനെ ഓരോ പ്രോസസ്സും എടുത്ത് ആ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ പ്രോസസ്സിനെയും നമുക്ക് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്നത് സേഫ് സ്റ്റേറ്റിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. പിടികിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഇതൊന്ന് നോക്കാം. ഇത് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രോസസ് ഉണ്ട് ഈ സിസ്റ്റത്തിനകത്ത്? P0, P1, P2, P3, P4 5 പ്രോസസ് ഉണ്ട്. ഓക്കെ, 4 റിസോഴ്സസ് ഉണ്ട് കേട്ടോ. എ എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ആണ്, ബി എന്ന് പറയുന്ന വേറൊരു റിസോഴ്സ് ആണ്, സി എന്ന് പറയുന്ന വേറൊരു റിസോഴ്സ് ആണ്, ഡി എന്ന് പറയുന്ന വേറൊരു റിസോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം കാണിച്ചിരിക്കുന്ന അലോക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? P0 എന്ന് പറയുന്ന പ്രോസസ്സിന് എ എന്ന് പറയുന്ന റിസോഴ്സ് എത്രണ്ണം കൊടുത്തിട്ടുണ്ട്? 0. ഓക്കെ, P0ക്ക് ബി എന്ന് പറയുന്ന റിസോഴ്സ് എത്രണ്ണം കൊടുത്തിട്ടുണ്ട്? 0. സി എന്ന് പറയുന്ന റിസോഴ്സ് എത്രണ്ണം കൊടുത്തിട്ടുണ്ട്? ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഡി എന്ന് പറയുന്ന റിസോഴ്സ് എത്രണ്ണം കൊടുത്തിട്ടുണ്ട്? 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോളത്തിനകത്ത് മാക്സിമം എന്നാണ്. അതായത് ആ പ്രോസസ്സിന് ഇനി മാക്സിമം എത്രണ്ണം വേണം എന്നുള്ളതാ. ആ പ്രോസസ്സിന് P0ക്ക് അതിന്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് മാക്സിമം എത്ര റിസോഴ്സസ് വേണം എന്നുള്ളതാണ് മാക്സിമം എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് P0ക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 0 എ റിസോഴ്സസ് മതി. ബി റിസോഴ്സസും വേണ്ട. സി എത്രണ്ണം വേണം? ഒരെണ്ണം വേണം. ഡി എത്രണ്ണം വേണം? 2 എണ്ണം വേണം. ഓക്കെ, അതായത് അതിന് ആവശ്യമായിട്ടുള്ളതെല്ലാം അതിന് കൊടുത്തിട്ടുണ്ട് അല്ലെ? P0യുടെ അലോക്കേഷനും മാക്സിമം നോക്കിയേ സെയിം അല്ലെന്ന് നോക്കിക്കേ. P0ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും P0ക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ P0യുടെ ഇനി നമ്മളെ ഈ അവൈലബിള് ചിലപ്പം ഈ ക്വസ്റ്റിനകത്ത് ഇങ്ങനെ തരും, ചിലപ്പം നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് നമ്മൾ അവൈലബിൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ക്വസ്റ്റിനകത്ത് നമുക്ക് അവൈലബിൾ തന്നിട്ടുണ്ട്. അതായത് ഈ സിസ്റ്റത്തിനകത്ത് ഇനി എ എന്ന് പറയുന്ന റിസോഴ്സസ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ബി എന്ന് പറയുന്ന 5 എണ്ണം ഉണ്ട്, സി എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട്, ഡി എന്ന് പറയുന്ന 0 എണ്ണം ഉള്ളത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി, അതായത് വർക്ക് ഈസ് ഇക്വൽ ടു ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ഈസ് ഇക്വൽ ടു അവൈലബിൾ ആക്കണം 1520. ഇനി നീഡ് നമ്മൾ കണ്ടുപിടിക്കണം. എല്ലാ പ്രോസസ്സിന്റെ നീഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് നീഡ് മെട്രിക്സ്? നീഡ് എന്ന് പറയുന്ന മെട്രിക്സിന്റെ കണ്ടന്റ് എന്താണ്? നീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രോസസ്സിന് ഇനി എത്രമാത്രം വേണം? P0 എന്ന് പറയുന്ന പ്രോസസ്സിന് നീഡ് എന്തായിരിക്കും? 0. അതിന് ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് മാക്സിമം എന്ന് പറയുന്നതാണ് ആവശ്യമായിട്ടുള്ളത്. അതെല്ലാം അതിന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് P0യുടെ നീഡ് എന്ന് പറയുന്നത് 0, 0, 0, 0 ആയിരിക്കും. ഇനി P1ന്റെ നീഡ് എത്രയായിരിക്കും എന്ന് പറഞ്ഞേ? യെസ്, 0, 0, 7, 5, 0 ആണ് P1ന്റെ നീഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് ഈ അവൈലബിളിന്റെ ഇപ്പുറം തന്നെ ഒരു കോളം ആയിട്ട് നമ്മൾ എന്തെന്ന് എഴുതുക? നീഡ് എന്ന് എഴുതുക. എന്നിട്ട് ഓരോ P0യുടെയും P1ന്റെയും P2ന്റെയും P3യുടെയും P4ന്റെയും നീഡ് കണ്ടുപിടിച്ചേക്കാം. P2ന്റെ നീഡ് എത്രയായിരിക്കും? P2ന്റെ നീഡ് 1, 0, 0. യെസ്, 2. 1, 0, 0, 2 വരും. P3യുടെ നീഡോ? 0, 0, 0, 0, 0, 2, 0 അല്ലേ? അടുത്ത P4 0, 6, 5, 4, 2. ഓക്കെ, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. നീഡ് മെട്രിക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അതായത് P0യുടെ നീഡ് എന്ന് പറയുന്നത് 0, 0, 0, 0, P1ന്റെ 0, 7, 5, 0,
P2ന്റെ 1002, P3യുടെ 0020, 0642. ഓക്കെ, ആദ്യമേ തന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞ എന്താ, വർക്ക് ഈസ് ഈക്വൽ ടു അവൈലബിൾ ആക്കുക. അതായത് നിങ്ങൾ ഇപ്പൊ ഒന്ന് എഴുതി പോകാവോ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ എഴുതി പോകാവോ? വർക്ക് പലർക്കും എഴുതാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. ഓക്കെ, വർക്ക് ഈസ് ഈക്വൽ ടു അവൈലബിൾ. അതായത് വർക്ക് എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് ഞാൻ എന്താക്കി വെക്കുക, 1, 5, 2, 0. നമ്മൾ ഒരിക്കലും ഇതിനെ 1520 എന്ന് കൺസിഡർ ചെയ്യരുത്. കാരണം ഇത് ഓരോ ഡിജിറ്റും ഓരോ റിസോഴ്സസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. 1, 5, 2, 0. ഇനി എല്ലാ P0യുടെയും P1ന്റെയും P2ന്റെയും P3യുടെയും P4ന്റെയും ഫിനിഷ് ഓഫ് 5 എന്ന് പറയുന്നത് എന്താക്കി വെക്കുക, ഫോൾസ് ആക്കി വെക്കുക. ഇനീഷ്യൽ സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഓരോ പ്രോസസ്സിനെ എടുക്കുക. ഫസ്റ്റ് P0 എടുത്തു. P0യുടെ നീഡ് എന്ന് പറയുന്നത് എന്താണ്, 0, 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക്. വർക്ക് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്, വർക്ക്. അപ്പൊ എന്താണ്, 0, 0, 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 5, 2, 0. അവിടെ നമ്മൾ എടുക്കുമ്പോൾ 1520 എടുക്കരുത്, ഓരോ ഡിജിറ്റ് ബൈ ഡിജിറ്റ് നോക്കണം. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് എയും ബിയും സിയും ഡിയും ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ ട്രൂ ആണല്ലോ അല്ലെ? എന്താണ്, നീഡ് എന്ന് പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, വർക്കാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്, വർക്കിന്റെ വാല്യൂ എന്താക്കി മാറ്റണം, വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ. അപ്പൊ വർക്കിന്റെ വാല്യൂ എന്താവും, ഇപ്പം വർക്കിന്റെ വാല്യൂ 1520 ആയിരുന്നു, അതിന്റെ കൂടുതൽ P0യുടെ അലോക്കേഷനും കൂടെ കൂട്ടണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, വർക്ക് നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്രയായിരുന്നു, വർക്ക് എത്രയായിരുന്നു, 1520 ആയിരുന്നു. വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ 1520യുടെ കൂട്ടത്തില് 0012 കൂട്ടണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1, 5, 3, 2 എന്ന് കിട്ടും. ഓക്കെ, 1, 5, 3, 2 എന്ന് കിട്ടും. അതായത് എ റിസോഴ്സസ് ഒരെണ്ണം ഫ്രീ ആയി, ബി 5 എണ്ണം, സി 3, ഡി 2. ഇനി അതായത് P0 എക്സിക്യൂട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ സേവ് സീക്വൻസ് എഴുതുക. സേവ് സീക്വൻസ് എഴുതുമ്പോൾ P0 ആയിരിക്കും ആദ്യമേ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ഏത് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യാന്നാണ് ചോദിക്കുക. ഓക്കെ, അപ്പം P0 ആയിരിക്കും ഇവിടെ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി P0 എക്സിക്യൂട്ട് ചെയ്ത് P0യുടെ റിസോഴ്സും കൂടെ വിട്ടുകൊടുത്തു. അതാണ് നമ്മളിപ്പോൾ അലോക്കേഷൻ കൂട്ടി വെച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ P1 എടുക്കാം. P1ന്റെ ഫിനിഷ് ഓഫ് 5 ഫോൾസ് ആണ്. P1ന്റെ നീഡ് എത്രയായിരുന്നു, P1ന്റെ നീഡ് 0750 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 5, 3, 2. സാറ്റിസ്ഫൈ ചെയ്യൂല്ലയോ? ഇല്ല. കാരണം എന്താണ്, അവിടെ ഒരു എ ഉണ്ട്, റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത് 0 ആണ്, അവിടെ പ്രശ്നമില്ല. ബി ആകെ 5 എണ്ണം ഉള്ളൂ, റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത് എത്രയാ, നീഡ് എത്രയാ, 7 എണ്ണം ഉണ്ട്. കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ സേഫ് സീക്വൻസിനകത്ത് P0 കഴിഞ്ഞിട്ട് P1 വരുമോ? ഇല്ല. ഓക്കെ, P1 വരത്തില്ല. ഇനി നമ്മൾ അടുത്ത പ്രോസസ് എടുക്കാം. അടുത്തത് എന്താണ്, അതിനു മുന്നേ P0 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ P0യുടെ ഫിനിഷ് ഓഫ് 5 എന്താക്കി മാറ്റണം, ട്രൂ ആക്കി മാറ്റണമായിരുന്നു കേട്ടോ. P0 എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിന്റെ എല്ലാം ഫിനിഷ് ഓഫ് 5 ട്രൂ ആക്കി പോണം. P1ന്റെ ഫിനിഷ് ഓഫ് 5 ഫോൾസ് ആയിട്ട് തന്നെ നിൽക്കാം. ഇനി P2 എടുക്കാം. P2 എന്ന് പറയുന്നത് എന്താണ്, P2ന്റെ നീഡ് എത്രയാ, P2ന്റെ നീഡ് 1, 0, 0, 2. നമ്മുടെ അവൈലബിൾ എത്രയാ, 1, 5, 3, 2. ഓക്കെ, 1002 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 5, 3, 2. പോസിബിൾ ആണല്ലോ, ആണ്, കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന P0 കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ് ഏതായിരിക്കും, P2. P2ന് കൊടുത്തു കഴിഞ്ഞാൽ P2 എന്ത് ചെയ്യും, P2ന് അലോക്കേറ്റ് ചെയ്തിരുന്ന റിസോഴ്സും കൂടെ എന്ത് ചെയ്യും, വിട്ടുകൊടുക്കും. അപ്പം വർക്കിന്റെ വാല്യൂ എന്താവും, വർക്കിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 1, 5, 3, 2 ആയിരുന്നു. P2 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ P2ന്റെ അലോക്കേഷനും കൂടെ ഇതിന്റെ കൂടുതൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും നമുക്ക്, 1354 ആണ് അലോക്കേഷൻ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2, 8, 8, 6 എന്ന് കിട്ടും. എന്തെന്ന് കിട്ടും, 2, 8, 8, 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിന്റെ ഫിനിഷ് ഓഫ് 5 എന്താക്കി നമ്മള് ട്രൂ ആക്കി വെച്ചു. ഇനി അടുത്ത P3 എടുക്കാം. P3യുടെ നീഡ് എത്രയാണ്, P3യുടെ നീഡ് എന്ന് പറയുന്നത് 0, 0, 2, 0
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2886 പോസിബിൾ ആണ്. അപ്പൊ എന്താണ് അടുത്തത് എന്ത് എക്സിക്യൂട്ട് ചെയ്യും? P3 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, P3യുടെ ഫിനിഷ് ഓഫ് എന്താക്കി മാറ്റി? ട്രൂ ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ P3 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ P3യുടെ എന്ത് ചെയ്യണം? അലോക്കേഷൻ എന്ത് ചെയ്യണം? വർക്കിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. വർക്ക് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 2886 ആണ് ഇപ്പോൾ ഉള്ളത്. P3യുടെ അലോക്കേഷൻ എത്രയാ? P3യുടെ അലോക്കേഷൻ എന്ന് പറയുന്നത് 0 6 3 2. അതായത് 2 14 11 8 എന്ന് കിട്ടും. 2 14 11 8 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്ത P4 എടുക്കും. P4ന്റെ നീഡ് എത്രയാണ്? P4 ഫിനിഷ് ഓഫ് ഫോൾസ് ആണല്ലോ. P4ന്റെ നീഡ് എന്ന് പറയുന്നത് 0 6 4 2. 0 6 4 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 14 11 8 പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? P4 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, P4 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ P4ന്റെ അലോക്കേഷൻ എന്ത് ചെയ്യണം? വർക്കിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ വർക്ക് എന്ന് പറയുന്നത് 2 14 11 8 ആണ്. അതിന്റെ കൂട്ടത്തില് P4ന്റെ അലോക്കേഷൻ എത്രയാണ്? 0 0 1 4. അപ്പൊ നമുക്ക് കിട്ടുക 2 14 12 12 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇപ്പൊ നമ്മള് P4 വരെ എത്തി. ഇനി നമ്മള് ഇപ്പൊ P0യുടെ ഫിനിഷ് ഓഫ് ആയി ട്രൂ ആണ് അല്ലെ? P2ന്റെ ഫിനിഷ് ഓഫ് ആയി ട്രൂ ആണ്. P3യുടെ ഫിനിഷ് ഓഫ് ആയി ട്രൂ ആണ്. P4ന്റെ ഫിനിഷ് ഓഫ് ആയി ട്രൂ ആണ്. P1ന്റെ ഫിനിഷ് ഓഫ് ആയി എന്താണ്? ഫോൾസ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? P1നെ ഒന്നുകൂടെ എടുക്കണം. P1ന്റെ നീഡ് എത്രയാണ്? P1ന്റെ നീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 0 7 5 0 ആണ്. 0 7 5 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇപ്പോഴത്തെ അവൈലബിൾ 2 14 12 12. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് P1നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? P0 ആദ്യമേ ചെയ്യും, P2 രണ്ടാമത് ചെയ്യും, P3 മൂന്നാമത് ചെയ്യും, P4 അത് കഴിഞ്ഞിട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് P1 ചെയ്യും. ഓക്കെ, ഇനി P1 ചെയ്ത് കഴിയുമ്പോൾ P1ന്റെ വർക്ക് കൂടി എന്ത് ചെയ്യും? അലോക്കേഷന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. വർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 2 14 12 12ന്റെ കൂട്ടത്തില് P1ന്റെ അലോക്കേഷൻ 1 0 0 0. അതായത് 3 14 12 12 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സീക്വൻസ് കിട്ടി. അതായത് എല്ലാ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യും. ഏത് ഓർഡറില്? P0 P2 P3 P4 P1 എന്ന് പറയുന്ന ഓർഡറിൽ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ ആണോ? ഈ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യും. നമുക്കൊരു സേവ് സീക്വൻസ്, ഈ സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? P0 P2 P3 P4 P1. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സേവ് സീക്വൻസ് എന്ന് പറയാം. ഇങ്ങനെ ഒരു സേവ് സീക്വൻസ് കിട്ടിയാൽ ഈ സിസ്റ്റം ഡെഡ് ലോക്കിൽ അല്ല എന്നാണ് മീനിങ്. ഓക്കെ ആണോ? ഈ സിസ്റ്റം ഡെഡ് ലോക്കിൽ അല്ല എന്നാണ് മീനിങ്. സേഫ് സീക്വൻസ് ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് നമ്മളോട് ചോദിക്കാം ഇതിന്റെ സേഫ് സീക്വൻസ് എന്തെന്നായിരിക്കും ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം ഈ സിസ്റ്റം ഡെഡ് ലോക്കിൽ ആവാനുള്ള ചാൻസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സേഫ് സീക്വൻസ് കണ്ടുപിടിച്ചിട്ട് പറയണം ഇതിന്റെ അകത്ത് ഒരു സേഫ് സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഡെഡ് ലോക്കിൽ ആവത്തില്ല എന്ന് പറയും. ഓക്കെ ആണോ? എന്തെങ്കിലും മനസ്സിലായോ? പിടികിട്ടിയോ? എന്തെങ്കിലും ചെറിയൊരു ഐഡിയെങ്കിലും കിട്ടിയോ? ചെറിയ ഐഡിയ കിട്ടിയ മാം, ഒന്നോടെ വന്നിട്ട് നോക്കേണ്ടി വരും. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് നീഡ് മെട്രിക്സ് എന്നാണ്. ഈസ് ദ സിസ്റ്റം ഇൻ എ സേവ് സ്റ്റേറ്റ്? സേവ് സ്റ്റേറ്റിലാണോ എന്ന്. അപ്പൊ ആണല്ലോ, ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? ഇങ്ങനെ ഒരു സേവ് സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്താണ് ഇത് സേവ് സ്റ്റേറ്റിലാണെന്ന് പറയണം. ഇനി അടുത്ത C എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അൽഗോരിതത്തിനകത്ത് വരുന്നത്. റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം എന്ന് പറയും. അത് ഞാൻ ആക്ച്വലി പരീക്ഷയ്ക്ക് ഇട്ടേക്കണതിനകത്ത് ഇല്ല കേട്ടോ, എന്നാലും ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഈ ഇപ്പൊ സേവ് സീക്വൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി ഈ അൽഗോരിതത്തിലോട്ട് പോയി എന്തെങ്കിലും മനസ്സിലാവുമെന്ന് നോക്കിക്കേ. ഉണ്ടോ? നമ്മൾ ആദ്യമേ വർക്ക് ഈക്വൽ ടു അവൈലബിൾ ആക്കി, ഫിനിഷ് ഓഫ് ആയി 4,
ഫിനിഷ് ഓഫ് i equal to false for i equal to 0, 1, etc. n minus 1. എത്ര പ്രോസസ് ഉണ്ടോ അതിന്റെ എല്ലാം ഫിനിഷ് ഓഫ് i. ഫൈൻഡ് ആൻ i such that both finish of i equal to false and need less than or equal to work. If no such i exists, go to step 4. ഓക്കെ, അതായത് സ്റ്റെപ്പ് 4ൽ എന്താ നോക്കിയാൽ ഫിനിഷ് ഓഫ് i equal to true for all i. എല്ലാ പ്രോസസ്സിന്റെ ഫിനിഷ് ഓഫ് i ട്രൂ ആയെങ്കിൽ then the system is in safe state. ഓക്കെ, ഇനി ഓരോ പ്രോസസ്സിന്റെയും എടുത്തിട്ട് ഫിനിഷ് ഓഫ് ഐ ഫോൾസും നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്കും ആണെങ്കിൽ എന്ത് ചെയ്യണം, വർക്കിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. വർക്കിന്റെ വാല്യൂ വർക്ക് പ്ലസ് ആ പ്രോസസ്സിന്റെ അലോക്കേഷൻ ആക്കണം. ഫിനിഷ് ഓഫ് ഐ ട്രൂവും ആക്കിയിട്ട് വേണം അടുത്ത പ്രോസസ്സ് എടുക്കാൻ. അങ്ങനെ ഒരു സേഫ് സീക്വൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഡെഡ് ലോക്കില് ആവത്തില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം പറയുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം ഇവിടെ കണ്ടോ. ഇഫ് എ റിക്വസ്റ്റ് ഫ്രം P1 array 4 0 4 2 0 can the request be granted immediately. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് സേഫ് സീക്വൻസിൽ, അതായത് നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറയും സേഫ് സീക്വൻസിലാണ്. ഓക്കെ, സേഫ് സീക്വൻസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യമേ P0 എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ P2 എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ P3 എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ P4 എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ P1 എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ ഒരു സേഫ് സീക്വൻസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് സേഫ് ആണ്, സേഫ് സ്റ്റേറ്റിലാണ്. ഇനി പുതിയ, അതായത് P1 എന്ന് പറയുന്നത് പുതിയൊരു റിക്വസ്റ്റ് കൊടുക്കുക. അതായത് 0 4 2 0 0 എന്ന് പറയുന്ന എയും 4 എന്ന് പറയുന്ന ബി റിസോഴ്സ്, 2 എന്ന് പറയുന്ന സി റിസോഴ്സ്, 0 എന്ന് പറയുന്ന ഡി റിസോഴ്സ്. ഇങ്ങനെ പുതിയൊരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഗ്രാന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനെന്തായിരിക്കും പറ്റുക ഒന്ന് പറഞ്ഞേ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് നോക്കിക്കേ. അതിന് നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യണ്ട. ഈ P1ന് 0 4 2 0 എന്ന് പറയുന്ന റിക്വസ്റ്റ് കൊടുത്താൽ അതിന്റെ അലോക്കേഷൻ എന്താക്കി മാറ്റുക? ഇപ്പോൾ അലോക്കേഷൻ എന്താ? P1നല്ലേ, P1 ആണ് റിക്വസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ. P1ന്റെ ഇപ്പോൾ അലോക്കേഷൻ എത്രയാന്ന് നോക്കിക്കേ, 1 0 0 0 അല്ലേ, ആണല്ലോ. ആണ്. അപ്പൊ ഈ പുതിയ റിക്വസ്റ്റ് വന്നു, അതായത് 0 4 2 0 എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അലോക്കേഷൻ അങ്ങ് ചേഞ്ച് ചെയ്യുക. അതായത് അതിൽ ഓൾറെഡി ഉള്ളതിന്റെ കൂടുതൽ ഇതെന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 4 2 0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 4 2 0 കിട്ടും. ഓക്കെ ആണോ? P1ന്റെ അലോക്കേഷൻ എന്ന് പറയുന്ന 1 4 2 0 ആക്കുക. ആ പോയിന്റ് കിട്ടിയോ? അത് ആദ്യമേ ചെയ്യാം. അതായത് ഏത് പ്രോസസ് ആണോ റിക്വസ്റ്റ് വന്നിരിക്കുന്നത് ആ പ്രോസസ്സിന്റെ അലോക്കേഷനകത്തേക്ക് ഈ റിക്വസ്റ്റ് അങ്ങ് ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ സേഫ് സീക്വൻസ്, എന്നിട്ട് അത് വെച്ചിട്ട് സേഫ് സീക്വൻസ് കണ്ടുപിടിക്കാം. അപ്പോഴും സേഫ് സീക്വൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതായത് ഈ വരുന്ന റിക്വസ്റ്റ് ഗ്രാന്റ് ചെയ്താലും അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, പക്ഷെ നമുക്ക് സേഫ് സീക്വൻസ് കിട്ടാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഈ റിക്വസ്റ്റ് ഗ്രാന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ റിക്വസ്റ്റ് ഗ്രാന്റ് ചെയ്താൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവും. പിടിയിട്ടോ ഞാൻ പറഞ്ഞേ? പിടിയിട്ടോ? അതായത് പുതിയൊരു പ്രോസസ്സർ അല്ലെ ഇവിടെ തന്നിരിക്കുന്ന P1 പുതിയൊരു റിക്വസ്റ്റ് തന്നു. ആ റിക്വസ്റ്റ് തരുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് അതിന്റെ അലോക്കേഷനകത്തേക്ക് ഈ റിക്വസ്റ്റിന്റെ വാല്യൂസ് അങ്ങ് ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇപ്പൊ നമ്മൾ സേഫ് സീക്വൻസ് ചെയ്തതുപോലെ തന്നെ സേഫ് സീക്വൻസ് ഉണ്ടോ എന്ന് നോക്കുക. സേഫ് സീക്വൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയും ഈ റിക്വസ്റ്റ് ഗ്രാന്റ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. ഇനി ഞാൻ ആ പുതിയ അലോക്കേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് സേഫ് സീക്വൻസ് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ പറയും ഈ റിക്വസ്റ്റ് ഗ്രാന്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഗ്രാന്റ് ചെയ്താൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവും, അതുകൊണ്ട് ഗ്രാന്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. അതാണ് അൽഗോരിതം പറയുന്നത്, റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം പറയുന്നത്. പിടികിട്ടിയോ? ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഒരു വീഡിയോ ചെയ്ത് ഇടാം. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ അവിടെ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്, എന്നിട്ട് എക്സിറ്റ് ആയാൽ മതി. ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റണ്ടോ? ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് അവൈലബിൾ തന്നിട്ടില്ല. ഇതിന്റെ അവൈലബിൾ എത്രയായിരിക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കിയേ. Let us assume that there are 5 processes P1, P2, P3, P4 and P5 have resources A, B and C. 3 resources ഉണ്ട്, 5 പ്രോസസ് ഉണ്ട്.
their maximum need is provided and we need to use Banker's algorithm to find the remaining need and get a sequence of process that is in a safe state. Okay, question എന്താന്ന് മനസ്സിലായോ? നീഡ് കണ്ടുപിടിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പ്രോസസ്സിന്റെ സേഫ് സീക്വൻസ് കണ്ടുപിടിക്കണം. ടോട്ടൽ റിസോഴ്സസ് അവൈലബിൾ ആർ A equal to 10, B equal to 5 and C equal to 7. അങ്ങനെയാണെങ്കിൽ നീഡിന്റെയും അവൈലബിളിന്റെയും വാല്യൂ എന്തായിരിക്കും? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് അവൈലബിൾ? ടോട്ടൽ റിസോഴ്സസ് അവൈലബിൾ, ടോട്ടൽ ആ സിസ്റ്റത്തിനകത്ത് ആകെയുള്ള ടോട്ടൽ റിസോഴ്സസ് ആണ് എന്തെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത് 10 എണ്ണോ, ബി എന്ന് പറയുന്നത് 5 എണ്ണോ, സി എന്ന് പറയുന്നത് 7. ആകെയുള്ള റിസോഴ്സസ് ആണ്. ഇപ്പൊ കറന്റ്ലി ഈ സിസ്റ്റത്തിനെ ഇങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവൈലബിൾ എത്രയാണ്? അതാണ് നമ്മൾ അവൈലബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ടോട്ടൽ റിസോഴ്സസ് തരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ സിസ്റ്റത്തിനകത്തുള്ള ടോട്ടൽ റിസോഴ്സസ് എന്നാണ് അർത്ഥം. അതിനകത്ത് അതായത് ഇപ്പൊ എ 10 എണ്ണല്ലേ ഉള്ളത്, എ എത്ര എണ്ണം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു നോക്കിക്കേ. അലോക്കേഷൻ അങ്ങോട്ട് നോക്കുക. അലോക്കേഷന്റെ അങ്ങോട്ട് നോക്കുമ്പോ P2ന് 2 എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ? എ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, P3ക്ക് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്, P4ന് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3, 2, 5, 2, 7 എണ്ണം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി എത്ര ഉള്ളൂ? അതാണ് അവൈലബിൾ എന്ന് പറയുന്നത്. എ എത്രയായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി എത്രയായിരിക്കും എന്ന് പറഞ്ഞേ? ബി 3. പി 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, അത് P1ന് 1 കൊടുത്തിട്ടുണ്ട്, P4ന് 1 കൊടുത്തിട്ടുണ്ട്. ആകെ 5 എണ്ണം ഉള്ളൂ. 5ന് 2 പോയാൽ 3. സിയോ 2, 3, 3, 2, 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 2 എണ്ണം ഉള്ളൂ. ഓക്കെ, അപ്പൊ 3, 3, 2 ആണ് നമ്മുടെ അവൈലബിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? 3, 3, 2 ആണ് നമ്മുടെ അവൈലബിൾ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സേഫ് സീക്വൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ 2 രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ നമുക്ക് അവൈലബിൾ ക്വസ്റ്റിനകത്ത് തന്നെ തരാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിസോഴ്സസ് ആയിരിക്കും തരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അവൈലബിൾ കണ്ടുപിടിച്ചിട്ട് വേണം അത് വർക്കാക്കി മാറ്റാൻ. ഓക്കെ, പിടിയോ? ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ ചെയ്തിടാം കേട്ടോ. ഈ ക്വസ്റ്റ്യനും പിന്നെ ഇതിന്റെ താഴെ 2, 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് നമുക്ക് ബാലൻസ് അവൈലബിൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് സേഫ് സീക്വൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമുക്ക് കണ്ടോ അവൈലബിൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ക്വസ്റ്റ്യൻ കണ്ടോ, ഇതാ ഈ P1 ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നാൽ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ, P1 ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നാൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? സേഫ് സ്റ്റേറ്റ്. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് പറയും സിസ്റ്റം സേഫ് സ്റ്റേറ്റിലാണെന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ സേഫ് സീക്വൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകണ്ട. ഈ റിക്വസ്റ്റ് കൊടുത്തുമ്പോ പുതിയ റിക്വസ്റ്റ് വന്നല്ലോ, ആ റിക്വസ്റ്റ് അലോക്കേഷനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇവിടെ കണ്ടോ ഈ ക്വസ്റ്റിനകത്ത് അവൈലബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അവൈലബിൾ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് റിസോഴ്സസ് പറയട്ടോ. ഞാൻ ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിടാൻ നോക്കാവേ. വീഡിയോ വേണം, അതല്ലാതെ ചുമ്മാ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയാലും മതിയോ? എങ്ങനെ വേണം? വീഡിയോ ചെയ്തോ? ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ എക്സാമിന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈ ബാങ്കേഴ്സ് അൽഗോരിതത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചുമ്മാ അതായത് നമ്മൾ പഴയ സിലബസിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കണേ. നിങ്ങളുടെ കയ്യിലുണ്ടോ? സെൻഡ് ചെയ്തിടണോ? ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാവേ. അപ്പൊ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചുമ്മാ ഒന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചുമ്മാ റെഫർ ചെയ്തേക്കണേ.